സയനിസ്റ്റ് ഭീകരത കൂട്ടക്കുരുതി നടത്തുന്ന ഗാസയാണ് ഈ ലോക സമാധാന ദിനത്തിൽ നമ്മെ യഥാർത്ഥത്തിൽ ചുട്ടുപൊള്ളിക്കുന്നത്. എന്തിനെന്ന് പോലും അറിയാതെ മരിച്ചു വീഴുകയാണ് ഗാസയിലെ കുഞ്ഞുങ്ങൾ. ജനിച്ച മണ്ണുവിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ തലകുനിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ലോകം. യുദ്ധം അവസാനിക്കും, നേതാക്കൾ കൈകുലുക്കി പിരിയും. ആ വൃദ്ധ തന മകന് വേണ്ടി കാത്തിരിക്കും. ആ പെൺകുട്ടി തൻ പ്രിയமான ഭർത്താവ് വേണ്ടി കാത്തിരിക്കും. ആ കുട്ടികൾ ധീരനായ അച്ഛന് വേണ്ടി കാത്തിരിക്കും. എന്റെ മൺ, എന്റെ മാതൃഭൂമി വിറ്റതാരാണെന്ന് ഞാൻ അറിയില്ല, പക്ഷേ അതിന് വില കൊടുത്തതാരാണെന്ന് എനിക്കറിയാം. അതെ, ലോകസമാധാന ദിനമെന്ന പേരിൽ ഇന്നിനെ കൊണ്ടാടുമ്പോൾ ഗാസ പൊള്ളുന്ന ചോദ്യമായി ലോകത്തിനു മുന്നിൽ കണ്ണീർ വാർക്കുന്നു. ഇരുപത്തിരണ്ട് മാസം കൊണ്ട് ഗാസയെന്ന തുരുത്തിൽ നിന്ന് ഇല്ലാതായത് 65,000-ലധികം മനുഷ്യർ, 18,500-ലധികവും കുഞ്ഞുങ്ങൾ. അതിൽ 5,000-ലധികവും 5 വയസ്സിൽ താഴെയുള്ള ശിശുക്കൾ. പട്ടിണി മൂലം പിടഞ്ഞു മരിച്ചത് 150-നടുത്ത് കുഞ്ഞുങ്ങൾ. 1000-ലധികം പേർ മരിച്ചത് ഭക്ഷണത്തിനായി കാത്തുനിൽക്കവേ. ലോകാരോഗ്യ സംഘടന തന്നെ ഇന്ന് സമ്മതിക്കുന്നു, ലോകത്ത് ഏറ്റവും കൂടുതൽ വികലാംഗരായ കുട്ടികളുള്ള നാടും ഗാസ തന്നെ. ഒരു കുഞ്ഞിനെപ്പോലും നൊമ്പരപ്പെടുത്തരുതെന്ന യുദ്ധങ്ങളുടെ ചട്ടമൊക്കെ എന്നേ ഓർമ്മയായി. ഒരു ജനതയെ പിറന്ന നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇസ്രയേലിന്റെ നരനായാട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും ലോകം പറയുന്നു ഇന്ന് ലോകസമാധാനത്തിന്റെ ദിനമാണത്രേ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.